ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. CSI ഷാർജ പാരീഷ് ഇടവകയുടെ കൺവെൻഷനിൽ ദൈവവചനം അറിയിപ്പാൻ ദൈവം തന്ന ഈ മഹാഭാഗ്യത്തിനായ ദൈവത്തിന് ഒടാനുകൂടി സ്തുതി സ്തോത്രം അർപ്പിക്കുന്നു. എന്നെ ഈ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ച സ്നേഹവും ബഹുമാനമുള്ള സഭയുടെ കമ്മിറ്റി വികാരി അച്ഛൻ, ഇടവകയിലെ മുഴുവൻ കുടുംബങ്ങളോടും എൻ്റെ ആത്മാർത്ഥമായ സ്നേഹം നന്ദി അറിയിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ലഭിക്കുന്ന പല ഭാഗ്യ സന്ദർഭങ്ങളുണ്ട്. അതിൽ വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് ഞങ്ങളുടെ മധ്യത്തിൽ ആയിരിക്കാനായിട്ട് സഹായിക്കുന്നത്. ഒരു പുരോഹിതനായതുകൊണ്ടും ദൈവവചനം അറിയിക്കാനായിട്ടുള്ള ഒരു വലിയ നിയോഗം എനിക്കുണ്ട് എന്ന ബോധ്യം ഉള്ളതുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അങ്ങനെ ഈ ദേശത്ത് വരാനൊക്കെ ഇടയായതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇന്നു മുതൽ ആരംഭിക്കുന്ന ഈ കൺവെൻഷനിൽ ദൈവവചനം ശുശ്രൂഷിപ്പാനായിട്ട് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഒപ്പം ഉണ്ടാകണമെന്ന് ദൈവനാമത്തിൽ അറിയിക്കുന്നു. എന്നെക്കുറിച്ച് പരിചയപ്പെടാനൊന്നുമില്ല. ഞാനൊരു ഉപദേശിയുടെ മകനാണ്. എൻ്റെ പപ്പ ഈ ലോകത്തിൽ ഫെബ്രുവരി മാസത്തിൽ മാറ്റപ്പെട്ടു. എവിടെ കൺവെൻഷന് പോകുമ്പോഴും പപ്പായുടെ ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് അത് മാത്രം എനിക്ക് നഷ്ടമായി. വളരെ എന്നാൽ വലിയ നല്ല ഒരു പിതാവിൻ്റെ മകനായി ജനിക്കാൻ കഴിഞ്ഞത് ഒരു സന്തോഷം. ഒരു കാര്യം മനസ്സിൽ എൻ്റെ പിതാവ് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, വളരെ വിനയപൂർവ്വമേ ഈ ശുശ്രൂഷ ചെയ്യാവൂ. അതുകൊണ്ട് അതെന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് ഇവിടെ വന്നത്. ഈ കർത്താവ് അന്ന് മുതൽ ഇന്ന് വരെയും ശുശ്രൂഷയിൽ കയറി അന്ന് മുതൽ ശുശ്രൂഷയിൽ എന്നെ ഉപയോഗിക്കുന്നു എന്നത് ഒരു വലിയ ഗ്രേസ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഞാൻ ഇങ്ങനെ പറയും, നാളെ മുതൽ എല്ലാ കാര്യങ്ങളും കറക്റ്റ് സമയത്ത് തന്നെ ഇന്നും തീർക്കും. അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടാകണം എന്ന് സ്നേഹപൂർവ്വം ഓർപ്പിച്ചുകൊണ്ട് ദൈവവചനത്തിൻ്റെ മർമ്മങ്ങൾ ഗ്രഹിക്കാനായിട്ട് ഒരു ശ്രമം നമുക്ക് നടത്താം. അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ അനുഭവത്തിലൂടെ പറയുകയാണ്. ഞാൻ ഒറ്റ കാര്യം കൂടെ പറഞ്ഞു തുടങ്ങുകയാണ്. ഈ ശുശ്രൂഷയെ വളരെ സ്നേഹിച്ചുകൊണ്ട് ജീവിതത്തിൽ ചില ആഗ്രഹങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചാൽ അത് തീർച്ചയായിട്ടും സാധ്യമാകും എന്നുള്ള തെളിവാണ് ഞാൻ. എൻ്റെ മനസ്സിൽ എല്ലാ ആഗ്രഹങ്ങളൊന്നും നമുക്ക് സാധിച്ചത് ദൈവം തരണമെന്നില്ല. അതൊക്കെ ഓർന്ന് ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊള്ളണം. എല്ലാ ആഗ്രഹങ്ങളും നടക്കാതിരുന്ന് ഓർന്നും ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ആത്യന്തികമായി ഞാൻ ആഗ്രഹിച്ച 2 കാര്യങ്ങളാണ്. ഒന്ന്, എനിക്കൊരു പുരോഹിതനാണ്. ചെറുപ്രായം മുതൽ ആഗ്രഹിച്ചതാണ്. 2, ഒരു കൺവെൻഷൻ പ്രസംഗകനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അക്കരയ്ക്കോ ഇക്കരയ്ക്കോ ആയാലും കൊള്ളാം, അലയടിക്കും മാഴിക്കെന്നെ പിടികൊടുക്കരുതേ, അലയടിക്കും മാഴിക്കെന്നെ പിടികൊടുക്കരുതേ. അക്കരയ്ക്കോ ഇക്കരയ്ക്കോ ആയാലും കൊള്ളാം, അലയടിക്കും മാഴിക്കെന്നെ പിടികൊടുക്കരുതേ. ഓടി ഓടി ഉരുണ്ടുകൂടും ഓളപ്പാത്തിൽ ഈ കൊച്ചോടത്തിന് പിടിച്ചു നിൽക്കാൻ കഴിവില്ല ദേവാ. ഓടി ഓടി ഉരുണ്ടുകൂടും ഓളപ്പാത്തിൽ ഈ കൊച്ചോടത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ദേവാ. കാറ്റടിക്കുന്ന നേരം, കടലടിക്കണ നേരം, പ്രാർത്ഥനയിൽ കണ്ടതു മറ്റാരെയുമല്ല, കടലിൻ മീതെ നടന്നു വന്നൊരേശുനാഥനെ. അക്കരയ്ക്കോ ഇക്കരയ്ക്കോ ആയാലും കൊള്ളാം, അലയടിക്കും മാടിക്കെന്നെ പിടികൊടുക്കരുതേ, അലയടിക്കും മാടിക്കെന്നെ പിടികൊടുക്കരുതേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ
17-ാമത്തെ തിരുവചന വേദഭാഗം വായിച്ചുകൊണ്ട് ദൈവവചന ധ്യാനത്തിനായി നമുക്ക് ഒരുങ്ങാം. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 17-ാമത്തെ തിരുവചന വേദഭാഗം. ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, ഇത് സ്വർഗത്തിന്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു. ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, ഇത് സ്വർഗത്തിന്റെ വാതിൽ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, അവിടുത്തെ പാദപീഠത്തിൽ അങ്ങയുടെ വചനമായി അടിയങ്ങൾ വരുന്നു. അവിടുത്തെ ആത്മാവിൻ്റെ യഥാർത്ഥമായ ഇടപെടൽ അടികളോടുകൂടി ഉണ്ടാകണമേ. ദൈവമേ, ഏറെ പ്രാർത്ഥനാപൂർവം ഒരു വർഷത്തെ കാത്തിരിപ്പിന് ഒടുവിലായി ഇന്നു മുതൽ നടത്തപ്പെടുന്ന ഈ കൺവെൻഷനിലൂടെ ഏറെ അനുഗ്രഹമാകുവാൻ അങ്ങോട്ട് യാചിക്കുന്നു, അപേക്ഷിക്കുന്നു. അടിങ്ങൾക്ക് ഒരുപോലെ ഈ ദൈവവചനം മനസ്സിലാകുകയും ഞങ്ങളുടെ ജീവിതത്തോട് ഇടപെടുകയും ചെയ്യുമാറാകണം. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ ആമേൻ. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ തിരുവചന വേദഭാഗമാണ് നാം വായിച്ചത്. 28-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 22 വരെയുള്ള തിരുവചന വേദഭാഗത്ത് നിന്നാണ് തിരുവചനം സംസാരിക്കുവാനായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നത്. ഈ വേദഭാഗത്ത് പ്രതിപാദിക്കുന്നത് യാക്കോബിൻ്റെ ജീവിത അനുഭവങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇത് ഞാൻ വായിച്ചപ്പോൾ ഓർത്തു, എത്ര വലിയ അത്ഭുതമാണ്. ദൈവം മനസ്സിൽ തന്ന അതേ വാചകം അവിടെ രേഖപ്പെടുത്തിയപ്പോൾ സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. 46-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വാക്യവും 11-ാമത്തെ തിരുവചന വേദഭാഗം ഒരേപോലെ പറയുകയാണ്, സൈന്യങ്ങളുടെ യഹോവയായ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. പ്രൈസ് ദി ലോർഡ്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. യാക്കോബിന് വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രാധാന്യം കൊണ്ടാണ് അപ്രകാരം പറയുന്നത്. അങ്ങനെ ചില പ്രാധാന്യമുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനന്തമായ പ്യുവർ ഗ്രേസ് എന്നാണ് അവിടെ പറയുന്നത്. പ്യുവർ ഗ്രേസ്, ആത്മാർത്ഥമായിട്ടുള്ള ദൈവത്തിന് അനന്തമായ കൃപ പകരപ്പെട്ട സന്ദർഭം ജീവിതത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. അത് തൻ്റെ ഈ ഒരു അനുഭവം 28-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള തിരുവചന വേദഭാഗത്ത് പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത്, അവൻ ഒരു സ്ഥലത്ത് എത്തി. അവൻ അവിടെ എത്തിയ സമയത്ത് സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപാർത്തു. അവൻ 10-ാം അധ്യായത്തിൽ നിങ്ങളൊന്ന് ബൈബിളിലൊന്ന് നോക്കിയാൽ ആ വാക്യങ്ങളൊന്ന് ആദ്യം ആ വേദഭാഗം ഒന്ന് വായിക്കാമോ? 10-ാമത്തെ വാക്യങ്ങൾ, 10, 11, 12 വാക്യങ്ങൾ പെട്ടെന്നൊന്ന് വായിച്ചതിന് ശേഷം ഒരു ഐഡിയ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരാനായിട്ട് ഒന്ന് വായിക്കാമോ? ബേർശേബയിൽ നിന്ന് ഹാരാനിലേക്കുള്ള യാത്ര മധ്യേ അവനൊരു സ്ഥലത്ത് എത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപാർത്തു. ഈ വേദഭാഗം വായിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട പ്രധാനമായ കാര്യം, യാക്കോബിന്റെ ജീവിതത്തിലെ നിർണായകമായ ഒരു സന്ദർഭമാണ്. ശാരീരികമായും മാനസികമായും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തെ എങ്ങനെയാണ് ദൈവം ബലപ്പെടുത്തുന്നത് എന്ന് യാക്കോബിന്റെ അനുഭവം നമ്മളെ മനസ്സിലാക്കി നൽകുന്നുണ്ട്. അതിൽ പ്രധാന കാര്യം എന്ന് പറയുന്നത്, ചില ആത്മീയമായ ഒരുപാട് മർമ്മങ്ങൾ ഈ വേദഭാഗത്തുണ്ട്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ യാക്കോബിന്റെ മാതാപിതാക്കൾ നമുക്ക് ഏവർക്കും അറിയാം. ഇസഹാക്കും റെബേക്കയുമാണ് യാക്കോബിന്റെ മാതാപിതാക്കൾ എന്ന് പറയുന്നത്. അവരിലൂടെ നമ്മളോട് ചില ആത്മീയ സത്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകാനുള്ള ചില കാര്യങ്ങൾ, അതിൻ്റെ മർമ്മങ്ങൾ ഒന്ന് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. എന്താണെന്നറിയാമോ? യാക്കോബിൻ്റെയും റെബേക്കയുടെയും മക്കൾ ആരൊക്കെയാണ്? യാക്കോബും, ഞാൻ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് അറിയാൻ പാടാത്ത ഒരു ചോദ്യം ഞാൻ ചോദിക്കത്തില്ല. യാക്കോബും പെട്ടെന്ന് പറഞ്ഞു, യേശാവും. യാക്കോബും യേശാവുമാണ്. ഇവരാണ് 2 മക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇസ്ഹാക്ക് എന്ന് പറഞ്ഞാൽ ആരാണ്? നമുക്ക് വളരെ വ്യക്തമാണ്. ആരാണ് ഇസ്ഹാക്ക് എന്ന് ചോദിച്ചാൽ വാഗ്ദത്ത സന്തതിയാണ് ഇസ്ഹാക്ക്. അപ്പോൾ ഇസ്ഹാക്ക്, അതുപോലെ ഇസ്ഹാക്കും റബേക്കയും എന്ന് പറയുന്നത് അവർ വളരെ പ്രാർത്ഥനയോടും ആത്മീയ അന്തരീക്ഷത്തിൽ തന്നെ ജീവിച്ച ഒരു കുടുംബമാണ്. നമ്മളൊക്കെ അങ്ങനെ ജീവിക്കാൻ ഭാഗ്യം ചെയ്തവരാണ്. അതുകൊണ്ടാണ് ഈ ദേശത്ത് ജോലിയിലായിട്ട് വളരെ ദൂരം താണ്ടി നമ്മുടെ ഈ ആലയത്തിൽ വന്ന് ദൈവത്തെ നമസ്കരിച്ച് ആരാധിപ്പാനുള്ള വ്യഗ്രതയും താല്പര്യവുമാണ്. ഇന്നേ ദിവസം പോലും ഇത്രയും ആളുകളെ ഇവിടെ ദൈവം കൊണ്ട് എത്തിച്ചത് നിങ്ങളുടെ മനസ്സാണ്. ആമേൻ, സ്തോത്രം. അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ചില സത്യങ്ങളുണ്ട്.
അതിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും തുടരുന്നത്, അല്ലെങ്കിൽ ചില കുടുംബങ്ങളിലെങ്കിലും ഇങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ട്. മക്കളെ ഒരുപോലെ സ്നേഹിക്കാൻ കഴിയാതെ വന്നാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇസ്ഹാക്കിന്റെ കുടുംബം. നമുക്ക് ദാനം തന്ന മക്കൾ, അവരോട് നമ്മൾ അങ്ങനെയുള്ള അനവധി സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. മക്കളുടെ പ്രയാസമോ അവരുടെ മാനസികമായ ശൈലിയോ രീതിയോ ഒന്നും നമുക്കറിയത്തില്ല. പക്ഷേ നമ്മൾക്ക് ഇത് മനസ്സിലാക്കി തരുന്ന ദൈവിക കുടുംബമാണെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകും എന്നുള്ളതാണ്. ദൈവത്തിന് നിരക്കാത്തതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ ഈ ജീവിതം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതിൽ പ്രധാനമായ ചില സംഭവങ്ങൾ ഞാൻ പെട്ടെന്നൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഇസഹാക്ക് ഏറ്റവും അധികം സ്നേഹിച്ചത് ഏശാവിനെയാണ്. അമ്മയ്ക്കാണെങ്കിൽ, റബേക്കയ്ക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് പറയുന്നത് യാക്കോബിനോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ മക്കൾ 5 പേരിൽ ഞാൻ 4ാമത്തെ ആളാണ്. അപ്പോൾ എൻ്റെ പപ്പായ്ക്ക് ഏറ്റവും അധികമായിട്ട് എന്നെ ഇഷ്ടമുണ്ടായിരുന്നു. അത് ഒരു വാസ്തവമാണ്. അങ്ങനെ നമ്മുടെയൊക്കെ കുടുംബത്തിലൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ മറ്റു 5 മക്കളിൽ എന്നെ മാത്രം സ്നേഹിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഓർക്കുക. ദൈവകൃപയാൽ ഒരു കുഴപ്പവുമില്ല. എന്നാൽ തന്നെ അത് അവർക്ക് എങ്ങനെയായിരിക്കും അറിയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ അങ്ങനെയൊക്കെ ചില രീതി കാണിച്ചാൽ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന വചനം നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു വലിയ സത്യമുണ്ട്. എന്താണെന്നറിയാമോ? ഇസ്ഹാക്ക് 27-ാം അധ്യായം തുടങ്ങുമ്പോൾ പറയുന്നുണ്ട്, ഇസ്ഹാക്ക് വൃദ്ധനായി മരിക്കാറായിരിക്കുന്ന സമയം അദ്ദേഹത്തിന്റെ കണ്ണ് മങ്ങിയിരിക്കുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ വയോധികനായി അദ്ദേഹം മരിക്കാറാകുകയാണ്. അപ്പോൾ ഇസ്ഹാക്ക് ഏശാവിനെ അനുഗ്രഹിക്കാനായിട്ട് ആഗ്രഹിച്ചു. അപ്പോൾ എടാ മോനെ, നീ നിന്റെ വില്ലും കവണയും എടുത്തുകൊണ്ട് നീ വേട്ട ഇറച്ചി കൊണ്ടുവരാനായിട്ട് കാട്ടിൽ പോയി നീ വേട്ട ഇറച്ചി കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അവന് അതിനു വേണ്ടി അവനെ വിളിച്ചോളൂ, ഞാൻ നിന്നെ അനുഗ്രഹിക്കാനായിട്ട് പോകാം. ശ്രദ്ധിച്ചോളെ, ഞാൻ നിന്നെ അനുഗ്രഹിക്കാനായിട്ട് പോകുക. അപ്പോൾ ഈ ഒരു കാര്യം റെബേക്ക ഭാര്യ അത് കേട്ടിട്ട് താൻ സ്നേഹിക്കുന്ന യാക്കോബിനോട് പറയാ, മോനെ നീ ഒരു കാര്യം ചെയ്യുക. അപ്പൻ ഇങ്ങനെയൊക്കെയാ പറഞ്ഞത്, ആ അനുഗ്രഹം നിനക്ക് കിട്ടാനായിട്ട് നീ എന്ത് ചെയ്യണം? നീ പോയി 2 ആട്ടിൻകുട്ടിയെ പോയി അറുത്ത് അപ്പന് ഇഷ്ടപ്പെട്ട രീതിയിൽ നീ ഭക്ഷണം ഉണ്ടാക്കി അറുത്ത് നീ ആ അപ്പൻ്റെ അടുക്കൽ ചെന്ന ഈ അനുഗ്രഹം വാങ്ങിക്കണമെന്ന് പറയാം. ആ കഥകളൊക്കെ നമുക്കറിയാം. അങ്ങനെയായി കൗശലത്തിലൂടെ മാതാവാണ് ഇതിന് പ്രേരണ കൊടുത്തത്. മാതാവ് പ്രേരണ കൊടുത്തതനുസരിച്ച് യാക്കോബ് ചെയ്യുന്ന പരിപാടിയുണ്ട്. യാക്കോബിനെ പ്രത്യേക ഉടുപ്പ് ധരിപ്പിച്ചു. കാരണം ഏശാവ് നല്ല രോമമുള്ളവനാണ്. അതുകൊണ്ട് വസ്ത്രം ഒരു തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ രോമമുള്ള രീതിയിലുള്ള ഒരു കമ്പിളി വസ്ത്രമൊക്കെ ഏശാവിനെ എടുത്തിടിയിപ്പിച്ചു. അതിനുശേഷം വേട്ടയിറച്ചി പെട്ടെന്ന് പാചകം ചെയ്ത് കൊടുത്ത സമയത്ത് ഇസ്ഹാഖ് വളരെ ബുദ്ധിമാനാണ്. അദ്ദേഹത്തിന് കണ്ണു കാണത്തില്ലെന്നേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ബുദ്ധി പ്രവർത്തിച്ചുകൊണ്ട് തപ്പി നോക്കിയപ്പോൾ ഒരു കുഴപ്പവുമില്ല, രോഗങ്ങളൊക്കെ കൃത്യമാണ്. പിന്നെയും പറഞ്ഞു, മോനെ നീ ഇനി അടുത്ത് വാ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സംശയം, ശബ്ദം യാക്കോബിൻ്റെയാണ്, പക്ഷെ ദേഹം അതുപോലെ തന്നെ ആരുടെയാണ്? ഏശാവിൻ്റെയാണ്. ശരി, അങ്ങനെയാണെങ്കിൽ വീണ്ടും തൊട്ടടുത്ത് അവനെ തൊട്ടരികിലേക്ക് വിളിച്ചു. അവൻ്റെ ഗന്ധം, അവൻ്റെ വസ്ത്രത്തിൻ്റെ ഗന്ധം അനുഭവിച്ചിട്ട് അനുഗ്രഹിക്കുകയാണ്, യാക്കോബിനെ അനുഗ്രഹിക്കുകയാണ്. അങ്ങനെയായി അനുഗ്രഹം കിട്ടിയത്. അപ്പോൾ ആ അനുഗ്രഹം എന്ന് പറയുന്നത് യാക്കോബിലേക്ക് വരികയാണ്. ആ സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ ഏശാവ് വരികയാണ്. ഏശാവ് വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വളരെ വളരെ വേദന ഉളവാക്കുന്ന ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. അപ്പാ, വേറെ അനുഗ്രഹമൊന്നുമില്ലേ? സങ്കടത്തോടുകൂടെ, മാനസികമായ ബുദ്ധിമുട്ടോടുകൂടെ ചോദിക്കുകയാണ്. അപ്പോൾ നിന്റെ കയ്യിൽ ഇനി വേറെ അനുഗ്രഹമൊന്നുമില്ലേ എന്ന് ചോദിക്കുകയാണ്. ഞാൻ അവനെ അനുഗ്രഹിച്ചു പോയി മകനെ എന്ന് പറയുന്ന ആ ഒരു സന്ദർഭം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, 27-ാം അധ്യായത്തിന് 41 മുതലുള്ള തിരുവചന വേദഭാഗം വായിച്ചാൽ, 41, 42 തിരുവചന വേദഭാഗം വായിച്ചാൽ അവിടെ പറയുന്ന ഒരു പ്രധാനമായ കാര്യമുണ്ട്. ഓർക്കണം, ഒരു ദൈവഭവനത്തിൽ ഏശാവ് തീരുമാനിക്കുകയാണ്, എനിക്ക് കിട്ടേണ്ട അനുഗ്രഹത്തെ തട്ടിയെടുത്തവനാണ് യാക്കോബ്. ജ്യേഷ്ഠാവകാശം, അതിന് തൊട്ട് മുകളിലുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്, ജ്യേഷ്ഠാവകാശം അവൻ തട്ടിയെടുത്തു, ഇപ്പോഴിതാ എൻ്റെ അനുഗ്രഹം കൂടെ തട്ടിയെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ദോഷിച്ചു എന്ന് വിരോധപ്പെട്ടു. അടുത്ത വാക്യത്തിൽ പറയുകയാണ്, ഞാൻ അവനെ കൊല്ലും. ഉണ്ടോ? എവിടെയാണ് നടന്നത്? ഇസ്ഹാക്കിന്റെ ഭവനത്തിലാണെന്നുള്ളത് ഓർത്തോണം. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കാലയളവിൽ ദൈവമക്കളെ നമ്മൾ, അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ആധുനിക
നമ്മൾ നമ്മുടെ മക്കളെ തിരിച്ചറിഞ്ഞു കൊള്ളണം. അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും അവർക്ക് നമ്മളോട് എപ്പോൾ ഏത് കാര്യവും വന്ന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം അവർ കൊടുക്കണം. അത് നമ്മൾ എപ്പോഴും ചെയ്തു കൊള്ളണം. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാകണം. ഇവിടെ ഇതാ പറഞ്ഞത്, ഇങ്ങനെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ, അല്ലെങ്കിൽ അതൊരു വലിയ ബുദ്ധിമുട്ടായി മാറിയപ്പോൾ, ഒരു ക്രിസ്തീയ കുടുംബം അവർ രണ്ടുപേരും മാതാവും പിതാവും ഒരുമിച്ച് ആലോചിച്ചതിന് ശേഷമാണ് യാക്കോബിനെ പറഞ്ഞയക്കുകയാണ് പദ്ദാൻ അരാമിലേക്ക്, ഹാരാനിലേക്ക്, അല്ലെങ്കിൽ സ്വന്തം ദേശത്തിലേക്ക്. യാക്കോബിനോട് പറയുകയാണ്, റബേക്കയുടെ തൻ്റെ മാതാവാകുന്ന റബേക്കയുടെ പിതാവായ റബേക്കൻ്റെ പിതാവ് ബെതുവേലിൻ്റെ അടുക്കിലേക്ക് പറഞ്ഞു വിടുകയാണ്. അവൻ്റെ അങ്കിളിൻ്റെ അടുക്കിലേക്കാണ്, ലാബാന്റെ അടുക്കിലേക്കാണ് പറഞ്ഞു വിടുന്നത്. അപ്പോൾ പറയുന്ന വാക്ക് 43-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, രണ്ടുപേരും ഒരേ സമയത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് അവിടെ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമുണ്ട്. നീ ഓടിപ്പോകാനാണ് പറയുന്നത്. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, അവനുണ്ടാകുന്ന ശാരീരികമായും മാനസികമായുള്ള അവൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഒന്ന്, ഓടിയാൽ എന്തുണ്ടാകും? ഒരാൾ ഓടിയാൽ എന്ത് സംഭവിക്കും? വളരെ സ്പീഡിലാണ് ഓടുന്നതെങ്കിൽ ക്ഷീണം ഉണ്ടാകും. മാനസികമായ ക്ഷീണം ഉണ്ടായാൽ എന്ത് ചെയ്യും? തൻ്റെ ജ്യേഷ്ഠ സഹോദരൻ തന്നെ കൊല്ലാനായിട്ട് വരികയാണ്. മാത്രമല്ല അതേ സമയത്ത് തന്നെ കൊല്ലുമെന്നുള്ള ഭീതി, അങ്കലാപ്പ് അവൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെയാണ് ഈ യാക്കോബ് ഓടി ഒരു സ്ഥലത്തെത്തി എന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞ ആ സ്ഥലമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇത് ദൈവത്തിൻ്റെ ആലയം അല്ലാതെ മറ്റൊന്ന് അല്ല എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്ഥലത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഇത് നാളെയും ചില പ്രത്യേകതകൾ. എന്താണ് സ്ഥലങ്ങൾക്കൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത്? അത് ഈ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കണം. അവിടെ അവൻ ഓടി, അവൻ ക്ഷീണിച്ച്, അവൻ കിടന്ന് ഉറങ്ങിയ സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ഇത്രയും മാനസിക ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഉറങ്ങാൻ സാധിക്കുമോ? നമ്മളൊക്കെ ചെറിയൊരു പ്രയാസം വന്നാൽ പോലെ നമ്മുടെ ഉറക്കമൊക്കെ നഷ്ടപ്പെടത്തില്ലേ? അയ്യോ, അങ്ങനെയുള്ള ഒരു കുഴപ്പമില്ലല്ലേ? മാനസിക ബുദ്ധിമുട്ടുണ്ടായാൽ നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുമോ? ഒന്നൊന്ന് റിയാക്ട്. മാനസികമായ ബുദ്ധിമുട്ടുണ്ടായാൽ നമുക്ക് ഉറങ്ങാൻ പറ്റുമോ? ഇല്ല. പക്ഷെ പറ്റും. യാക്കോബാന് തെളിവ്. അവന്റെ ജ്യേഷ്ഠൻ കൊല്ലാൻ പോകുന്ന ഭീതിയുണ്ട്. രണ്ട്, ഭൗതികമായി പറഞ്ഞാൽ അവൻ ഓടിയാൽ അതിന് ക്ഷീണം ഉണ്ടാകും. പക്ഷേ ഒരു ദൈവിക അന്തരീക്ഷത്തിൽ വളർന്നിട്ടുള്ള ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ദൈവവചനത്തിന്റെ സ്വാധീനം തലമുറകളിലേക്ക്, അല്ലെങ്കിൽ മാതാപിതാക്കളിലൂടെ വരുന്നു എന്നുള്ളത് തെളിവാണ് നാം ഓരോരുത്തരും. നമ്മളിവിടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ ദൈവത്തെ കണ്ടുമുട്ടിയതും അവരുടെ സ്നേഹവും ദൈവഭക്തിയും പ്രാർത്ഥനാ ജീവിതവും കൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. ഞാൻ നിങ്ങളും ഏതെല്ലാം സങ്കീർണകരമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയാലും എനിക്കും നിങ്ങൾക്കും സുഖമായി നിദ്ര കിട്ടുന്നു എങ്കിൽ ഓർത്തുകൊള്ളുക, അത് ഒരു വലിയ കൃപയാണ്. ആമേൻ. യാക്കോബിന്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ആയിരുന്നു ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അവൻ അവിടെ കിടന്നുറങ്ങുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അവൻ കിടന്നുറങ്ങുന്ന സമയത്ത് അവനൊരു സ്വപ്നം കണ്ടു എന്ന് പറയുന്നത്. ബേർശേബയിൽ നിന്നാണ് അവൻ ഓടിപ്പോകുന്നത്. ബേർശേബയ്ക്ക് വേദപുസ്തകത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. പെട്ടെന്ന് പറഞ്ഞു തരാം. 21-ാം അധ്യായത്തിന്റെ 28-ാമത്തെ തിരുവചന വേദഭാഗം, 31-ാമത്തെ തിരുവചന വേദഭാഗം, ഉൽപ്പത്തി പുസ്തകം 21-ന്റെ 28-ാമത്തെ വേദഭാഗവും 31-ാമത്തെ തിരുവചന വേദഭാഗവും അവിടെ പ്രതിപാദിക്കുന്ന സംഭവങ്ങളുണ്ട്. അതിന് ചില വേദഭാഗങ്ങൾ കുറിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറിച്ചെടുക്കാം. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിന്റെ 1-ാമത്തെ തിരുവചന വേദഭാഗം, 26-ാം അധ്യായത്തിന്റെ 33-ാമത്തെ തിരുവചന വേദഭാഗവും, 26-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യവും 33-ാമത്തെ വാക്യവും, 46-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യവും. ഇവിടെ പറയുന്ന സംഭവം എന്ന് പറയുന്നത് ബേർശബയുടെ പ്രാധാന്യമാണ്. യാക്കോബ് ഇസ്ഹാക്കിന്റെ പിതാവായ അബ്രഹാമിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ബേർശേബ എന്ന് പറയുന്നത് പിതാക്കന്മാർ താമസിച്ച സ്ഥലമാണ്. അവിടെ വെച്ചാണ് ബേർശേബ എന്ന പേർ കിട്ടുന്നത്. എങ്ങനെയാണെന്നറിയാമോ? കിണറുകൾ കുടിക്കുന്ന, അല്ലെങ്കിൽ ഓരോ സ്ഥലത്തേക്ക് മാറി മാറി പോകുമ്പോൾ പിതാക്കന്മാർ കിണർ കുടിച്ചിരുന്നു. അവർക്ക് ആടുമാടുകളുണ്ട്, അവർക്ക് വെള്ളം കുടിക്കണം. അപ്പോൾ അവരവിടെ
കിണർ കുഴിച്ചപ്പോൾ അവിടുത്തെ രാജാവ് അബീമലേക്കും അവൻ്റെ ദാസന്മാര് അബ്രഹാമിന്റെ ദാസന്മാരുമായി വഴക്കുണ്ടാക്കാനായിട്ട് വഴക്കുണ്ടാക്കി. അബ്രഹാമിന് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. വളരെ വിട്ടുവീഴ്ച ചെയ്യുന്ന സ്വഭാവമാണ് അബ്രഹാമിനുള്ളത്. അത് കണ്ട സമയത്ത് അബ്രഹാം പറഞ്ഞു, ഇത് ദാസന്മാര് നിന്റെ രാജാവിനോടാണ് പറഞ്ഞത്, നിന്റെ ദാസന്മാര് വന്ന് ഞങ്ങൾക്ക് കുത്തിയ കിണറ് അത് ഞങ്ങളുടേതല്ല എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോഴുടനെ തന്നെ അബീമേലെക്ക് പറയും, ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല, എനിക്കറിയത്തില്ല ഈ സംഭവം. അപ്പോൾ അബ്രഹാം അവരോട് പറയുന്നൊരു മറുപടി ഉണ്ട്, ഇനി ഒരു കാരണവശാലും വഴക്കുണ്ടാകാതിരിക്കാൻ ഞാനാണ് ഈ കിണർ കുത്തിയത്. നിസ്സാരമായിട്ട് കാണണ്ട, ഞാനാണ് ഈ കിണർ കുത്തിയത് എന്നുള്ളതിന് അടയാളമായി ഒന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുള്ള ഒരു വാലുകൊണ്ട് ഭത്സിച്ചു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇച്ചിരി സ്വരം കൂട്ടി ഒന്ന് സംസാരിച്ചു അബ്രഹാം. അതിന് പരിഹാരമായിട്ടാകണം, അതെൻ്റെ ഒരു ചിന്ത കേട്ടോ, അതിന് പരിഹാരമായിട്ടായിരിക്കണം അബ്രഹാം 7 ആട്ടിൻകുട്ടിയെ അബീമേലെക്കിന് കൊടുത്തിട്ട് പറയുകയാണ്, നമുക്ക് തമ്മിൽ ഒരു ഉടമ്പടി ചെയ്യാം. ഇതെന്തിനാണ് നീ 7 ആട്ടിൻകുട്ടി എനിക്ക് തരുന്നത്? ഉടനെ പറയുന്ന മറുപടിയാണ്, ഇത് ഞാൻ കുഴിച്ച കിണറാണ് ഇത് എന്നുള്ളതിന്റെ അടയാളമായിട്ടാണ് ഞാൻ നിനക്ക് 7 ആട്ടിൻകുട്ടിയെ തരുന്നത് എന്ന് പറഞ്ഞ് അവിടെ ആ ഒരു ഉടമ്പടി ബന്ധത്തിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. ഓർക്കണം, ബേർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വെൽ എന്നാണ്, അഥവാ കിണർ എന്നാണ്. BWER ബേർ. ശേവ എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ശേവ അല്ല ശേവ എന്ന് പറയുമ്പോൾ ആ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് 7 എന്ന അർത്ഥമുണ്ട്, ഓത്ത് എന്ന അർത്ഥമുണ്ട്, അഥവാ സത്യം ചെയ്യുക അല്ലെങ്കിൽ ഉടമ്പടി ചെയ്യുക എന്ന അർത്ഥമുണ്ട്. അവിടെ വെച്ച് കിണറിന്റെ പേരിൽ ചെയ്ത ഉടമ്പടിയുടെ അടയാളമായിട്ടാണ് ആ ഒരു പ്രദേശത്തിന് ബേർശേബ എന്ന് പേരിട്ടത്. പിന്നീട് ഇസ്ഹാക്ക് അവിടെ താമസിച്ചു. ഇസ്ഹാക്കിന് ശേഷം അവിടെ നിന്നാണ് ബേർശേബയിൽ നിന്ന് ഹാരാനിലേക്ക് പുറപ്പെടുകയാണ്. ഹാരാൻ എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിന്റെ 31-32 തിരുവചന വേദഭാഗം പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട് ഇതേതാണ് ഈ സ്ഥലമെന്ന്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിന്റെ 3-ാമത്തെ തിരുവചന വേദഭാഗത്തും ഇക്കാര്യം പറയുന്നുണ്ട്. പദ്ദാം അരാമിലേക്ക് അഥവാ ലാബാന്റെ ഭവനത്തിലേക്ക് പോകാനായിട്ട് പറയുകയാണ്. അപ്പോൾ അവൻ അങ്ങോട്ട് പോകാനായിട്ട് പറയുമ്പോൾ ഈ പിതാവ് അനുഗ്രഹിക്കാതെ പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഇസ്ഹാക്ക് ഇവനെ അനുഗ്രഹിച്ചാണ് വിടുന്നതെന്നുള്ളതാണ്. അതായത് മാതാവും പിതാവും തമ്മിലുള്ള ഈ പ്രയാസം ഉണ്ടായെങ്കിലും ഒരൊറ്റ നിമിഷത്തിൽ അവർ ഒരു മനസ്സോടുകൂടെ തീരുമാനമെടുത്തിട്ട് പറയുകയാണ്, മാതാവ് പറഞ്ഞു കൊടുത്ത് ഹിത്യ സ്ത്രീകളിൽ നിന്ന് അല്ലെങ്കിൽ കനാന്യ സ്ത്രീകളിൽ നിന്ന് ഭാര്യയെ എടുക്കാതിരിക്കാനായിട്ട് അവനെ നമ്മുടെ ദേശത്തേക്ക് മെസ്സപ്പൊട്ടേമിയയിലേക്ക് അഥവാ ഹാരാനിലേക്ക് പറഞ്ഞു വിടാമെന്ന് പറഞ്ഞ് ഹാരാനിലേക്ക് പോകുന്ന യാത്രാമധ്യയാണ് അവൻ അവിടെ കിടന്നുറങ്ങിയത്. പ്രൈസലോ. അവിടെ കിടന്നുറങ്ങുന്ന സമയത്ത് അവനൊരു സ്വപ്നം കണ്ടു. സ്വപ്നം ദർശനമാണ്. അവനൊരു ദർശനം കണ്ടു എന്നാണ് പറയുന്നത്. ദർശനം കാണുമ്പോൾ ഓർക്കുക, അവൻ അവിടെ കിടന്നുറങ്ങുന്ന സമയം അവന്റെ മാനസികമായി ഞാൻ പറഞ്ഞുവല്ലോ, അതൊരു വലിയ ഉളവാക്കുന്ന കാര്യമാണ്. അതിന് ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ലോൺലിനെസ് എന്ന് പറയുന്ന പദമാണ്, 2 ഐസൊലേഷൻ എന്ന് പറയുന്ന പദമാണ്. അതുപോലെ തന്നെ അവൻ വളരെയധികമായി ഭയപ്പെട്ടു എന്നാണ്. ഒറ്റപ്പെടലിന്റെ അനുഭവം, ഏകാന്തതയുടെ അനുഭവം. ബേർശേബ എന്ന് പറയുന്ന ഈ മരുഭൂമിയാണത്. ആ മരുഭൂമിയിൽ ആരുമില്ല, എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റുന്നില്ല. അവൻ ഓടിയ ഓട്ടത്തിലാണ്, അവൻ ക്ഷീണാവസ്ഥയിലായി പോയി. മാനസിക ബുദ്ധിമുട്ടുണ്ടായിട്ടും അവിടെ കിടന്നുറങ്ങി. അപ്പോൾ അവനങ്ങനെ കിടന്നുറങ്ങണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ പ്രസൻസ് അവനോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർത്തുകൊള്ളുക. ഇത് നമ്മുടെയൊക്കെ ജീവിതം നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ തെളിവാണ്. ദൈവത്തിന്റെ അനന്തമായ കൃപ അവന് മേൽ പകർന്നത് കൊണ്ടാണ് അവൻ അവിടെ കിടന്നുറങ്ങാനായിട്ട് സാധിച്ചത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവൻ ഒരു ദർശനം കാണുകയാണ്. സ്തോത്രം. ദർശനം. ഈ സ്ഥലം എത്ര ഭയങ്കരം! എപ്പോഴാണെന്നറിയാമോ എന്നെ തിരിച്ചറിഞ്ഞത്? അവൻ ഉറക്കം ഉണർന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല. അപ്പോൾ അവൻ ആ സ്ഥലത്തിന് പേര് കൊടുത്തു ബേഥേൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബേഥേൽ എന്ന അതിന് പേരിട്ടു. ബേഥേൽ എന്ന വാക്കിന്റെ അർത്ഥം ഹൗസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ഭവനം എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇനി ഞാൻ നിങ്ങളൊരു ഒരു ഒരു സത്യം പറയാം.
ചിലപ്പോൾ എല്ലാവരും അച്ഛന്മാർ അങ്ങനെ അംഗീകരിച്ച് തരത്തില്ല, പക്ഷെ നിങ്ങൾ അത് അംഗീകരിക്കും. ഈ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഉറക്കം വരുന്നത്, സത്യം പറയണം, ഏറ്റവും കൂടുതൽ നമുക്ക് ഉറക്കം വരുന്ന സമയത്താണ് ഈ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ. സത്യം പറയണം, കള്ളം പറയില്ല. പറ പെട്ടെന്ന് സമയം എടുക്കാനും ഇല്ല. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളെ അച്ഛനൊന്നും പറയില്ല അല്ലേ? എപ്പോഴാ അച്ഛൻ പറയാ, അച്ഛൻ പേടിപ്പിച്ചാണോ അച്ഛൻ? അവര് മിണ്ടുന്നില്ലല്ലോ. പ്രസംഗം കേൾക്കുമ്പോഴാണോ നിങ്ങളാ പറയുന്നത്? അല്ലേ? അത് ആരുടെ കുഴപ്പമല്ല. എന്താണെന്നറിയാമോ? ഇത് തുടങ്ങി വെച്ചത് ആരാ? സത്യം പറയുന്നത് ആരാ തുടങ്ങി വെച്ചത്? നമ്മുടെ പിതാവായ യാക്കോബല്ലേ. എടാ, ഈ സ്ഥലം എത്ര ഭയങ്കര, ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല. അവന്റെ മാനസിക ബുദ്ധിമുട്ടിലാണ് കിടന്നുറങ്ങിയത്, അവന്റെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടിലാണ് കിടന്നുറങ്ങിയത്. അതുകൊണ്ട് ഉറങ്ങുന്ന ആളെ എഴുന്നേൽപ്പിക്കാനായിട്ട് അനുവാദമുണ്ടോ? പള്ളിയിൽ ഇരുന്ന് ഉറങ്ങിയാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ ഉറങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ സന്തോഷവാനാണ്. കാരണം എന്താണെന്നറിയോ? മനസ്സ് ഏറ്റവും ശാന്തമായിരിക്കുന്ന സമയം ആരാധനയുടെ ആ ഭാഗം. അതിൽ ഏറ്റവും പാരമ്യതയിലാണ്, ദൈവവചനത്തിന്റെ സ്വാധീനം കൊണ്ടാണ് ഉറങ്ങുന്നത്. സത്യമാണ്. കാരണം ദൈവവചനത്തിന്റെ സ്വാധീനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായ പലവിധമായ സംഘർഷങ്ങൾ കൊണ്ടാണ് നമ്മൾ സമാധാനത്തിന് വേണ്ടിയല്ലേ എവിടെ വരുന്നേ? എവിടെ വരുന്നേ? പള്ളിയിൽ വരുന്നത്. മാനസികമായ സന്തോഷത്തിനാവണം, മറ്റൊന്നിനും ആവരുത്. നമ്മുടെ തൻ്റെ ഇടം കാണിക്കാനോ അങ്ങനെയുള്ള സ്ഥലമൊന്നും അല്ലല്ലോ ദേവാലയം എന്ന് പറയുന്നത്. അതാ ഈ വേദഭാഗം വായിച്ചത്. ഈ സ്ഥലം എത്ര ഭയങ്കരം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ മാനസികമായി നമ്മളൊന്ന് തയ്യാറെടുത്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് പറ്റും? നമ്മുടെ മനസ്സ് ശാന്തമാകും അല്ലേ? നമ്മുടെ മനസ്സ് ശാന്തമായാൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യും? ബൈബിൾ വാക്യം എടുത്തു തരാം ഞാൻ. യഹോവയുടെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല, പച്ചയ പുൽപ്പുറങ്ങൾ അവൻ തന്നെ കിടത്തുന്നു. അതിനൊരു വാക്യം, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. എൻ്റെ പ്രാണൻ തടുത്താൽ എന്ത് സംഭവിക്കും? നമ്മുടെ മനസ്സ് ഒന്ന് കാമാൻ പോയിട്ടായാലും എന്ത് സംഭവിക്കും? ഉറക്കം വരുത്തില്ലേ? അതുകൊണ്ട് ഈ മരണത്തെ പോലും ഉറക്കത്തോടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ശരിയല്ലേ? അല്ലേ? അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ദേവാലയത്തിൽ വന്ന് വചനം കേൾക്കുമ്പോൾ അവർക്ക് ആ വചനത്തിന്റെ സ്വാധീനം കൊണ്ട് തന്നെയാണ് ഉറങ്ങുന്നത്. കാരണം അല്പസമയമെങ്കിലും അല്ലേ? ബൈബിളിൽ പറയില്ലേ, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത് അല്ലേ? അപ്പോൾ സമാധാനം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും വലുത്. ദൈവമക്കളെ, അത് പ്രാപിക്കുന്ന ഇടമാണ്. മാത്രമല്ല, ഓർത്തുകൊണ്ട് ദർശനം പ്രാപിക്കുന്ന ഇടമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദർശനം, അത് ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ മാനസികമായ ബുദ്ധിമുട്ടുകളുടെ നടുവിൽ ദൈവം എനിക്ക് നിങ്ങൾക്കും ദർശനങ്ങൾ നൽകും. പ്രൈസ് ദി ലോർഡ്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ വിശുദ്ധയാലയത്തിലിരുന്നു കൊണ്ട് ദൈവത്തെ നമസ്കരിച്ച് ആരാധിക്കുന്ന ഒരു ദൈവവൈതലിന്റെ മേൽ ദർശനം കൊണ്ട് നിറയ്ക്കുന്നവനായ കർത്താവിനെ നമ്മൾ ആശ്രയിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കണ്ട ദർശനം എന്ന് പറയുന്നത് സുന്ദരവും മനോഹരമായ ദർശനമാണ്. എന്താണെന്നറിയാം? യാക്കോബ് കണ്ട ദർശനം എന്ന് പറയുന്നത്, അവൻ ഭൂമിയിൽ നിന്ന് ഒരു ഗോവേണി സ്വർഗം വരെ എത്തിയിരിക്കുന്ന സുന്ദരമായ ഒരു ദർശനമാണ് അവൻ കണ്ടത്. അതിന് ആത്മീയമായി അല്ലെങ്കിൽ അതിന് നിഴലും പൊരുളുമാണല്ലോ. പഴയ നിയമത്തില് അത് നിഴലെന്ന് പറയുന്നത്, ഈ ഏണി എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഇരിക്കുന്ന ഒരു ദർശനമാണ് അവൻ കണ്ടത്. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. അതിൽ ആ ദൂതന്മാർ കയറുകയും ചെയ്യുന്നതിന് അതിന്റെ മുകളിൽ നിന്നുകൊണ്ട് യഹോവയായ ദൈവം അരുളി ചെയ്തു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയത്. യഹോവയായ ദൈവം അരുളി ചെയ്തു. എന്താണ് അരുളി ചെയ്തത്? അവനെ ബലപ്പെടുത്തുന്ന, അവനെ ശക്തീകരിക്കുന്ന, അവന്റെ ജീവിതത്തിന് രൂപാന്തരം സംഭവിക്കാനായിട്ട് അവനോട് പറയാം, നിന്റെ പിതാക്കന്മാരുടെ ദൈവം ആയ ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ആമേൻ. സ്തോത്രം. പിതാക്കന്മാരുടെ ദൈവം വചനത്തിലൂടെ ബലപ്പെടുത്തുകയാണ്. സ്തോത്രം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഞാൻ നിങ്ങൾ വിശ്വാസമുള്ളവരായി മാറിയിട്ടുള്ളത്, ആരാധന സ്വഭാവമുള്ളതായി മാറിയിട്ടുള്ളത് തീർച്ചയായിട്ടും വചനത്തിന്റെ സ്വാധീനം ഒന്നുകൊണ്ടും മാത്രമാണ്.
ആമേൻ. അതെന്താണെന്ന് അറിയാമോ? കാരണം ഈ വചനത്തിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. ദൈവമക്കളെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ 3 രാത്രിയിലൂടെ നമ്മളോട് ഇടപെടുമ്പോൾ കൺവെൻഷനിലൂടെ ചില ആഗ്രഹങ്ങളുടെ നടുവിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കണം. ചില ആവശ്യങ്ങൾ, സങ്കടങ്ങൾ, വേദനയിൽ ഞാനും നിങ്ങളും അനുഭവിക്കുന്ന മാനസികമായ ബുദ്ധിമുട്ടിന്റെ നടുവിൽ ഞാനും നിങ്ങളും സമാധാനം, സന്തോഷവും ചില നീക്കുപോക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിനുവേണ്ടി ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥനയും ആരാധനയും എല്ലാം. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഈ വചനത്തിന്റെ പ്രത്യേകത ചില വേദഭാഗങ്ങളിൽ നമുക്കറിയാം. 19-ാം സങ്കീർത്തനത്തിന്റെ 6 മുതലുള്ള തിരുവചന വേദഭാഗത്ത് വളരെ കൃത്യമായി പറയുന്നു. 19-ാം സങ്കീർത്തനത്തിന്റെ 6, 7 തിരുവചന, അതിന്റെ തൊട്ട് മുകളിലുള്ള വേദഭാഗം എല്ലാം അങ്ങനെ തന്നെയാണ് പറയുന്നത്. യഹോവയുടെ ന്യായപ്രമാണം തിരുവുള്ളത് അത് പ്രാണനെ, ആമേൻ, അതിനെ പ്രാണനെ അവിടുന്ന് ബലപ്പെടുത്തുന്നതാണ്. പിന്നെ ഏറ്റവും ഒടുവിലായിട്ട് പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കത. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. പൊന്നിന് വില കൂടി എത്ര വരെയായി? എത്ര വരെ? നിങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ലേ? ഈ അച്ഛനത് ശ്രദ്ധിക്കുന്നയാളാ. കാരണം എനിക്ക് വലിയ ഇഷ്ടമാണ് സ്വർണം. അതുകൊണ്ട് ഞാൻ കൈ കിട്ടുന്ന സ്വർണ്ണം കളയത്തില്ല. ആമേൻ, സ്തോത്രം. ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തുകൊള്ളണം കേട്ടോ. അപ്പൊ പൊന്ന് ഇന്ന് വലിയ പാടല്ലേ? ഇന്ന് സ്വർണ്ണമൊക്കെ വാങ്ങുക എന്ന് പറഞ്ഞാൽ ഇന്ന് അതിൻ്റെ ആ ഇഷ്ടവും അല്ലെ, അതിനുള്ള പ്രത്യേകിച്ച് നമുക്കൊക്കെയുള്ള ഇഷ്ടം എന്ന് പറയുന്നത് നിസ്സാരമല്ലോ അല്ലെ? പൊന്നിലും തങ്കത്തിലും പണ്ട് എഴുതി വെച്ച കാര്യമാണെന്ന് ഓർക്കണം. ഒരു 4-5 അല്ലെങ്കിൽ 100 രൂപയ്ക്ക് 1 പവൻ കിട്ടുന്ന സമയമൊക്കെ നമ്മുടെയൊക്കെ കാലഘട്ടത്തിലുണ്ട് അല്ലെ? അതിന് മുമ്പുള്ള കാലഘട്ടത്തിലോട്ട് അന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്, അതേ പൊന്നിലും തങ്കത്തിലും ആഗ്രഹിക്കത്തക്ക, തേനിലും തേൻകട്ടയിലും മധുരമേറിയ തിരുവചനമാണ് ഞാൻ നിങ്ങൾ ധ്യാനിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ വചനത്തെ കുറിച്ച് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ തിരുവചന വേദഭാഗം ഇങ്ങനെയാണ് പറയുന്നത്, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെ വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമായ വചനം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഈ വചനം എന്ന് പറയുന്നത്? ഞാൻ നിങ്ങളും ശ്രദ്ധയോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ കേട്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ആവശ്യങ്ങളുടെ നടുവിലും നമ്മുടെ വേദനയുടെ നടുവിലും എന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ കഴിയുന്ന വചനമാണ്. അത് ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയത്, പെനിട്രേറ്റിംഗ് എന്ന് പറയുന്നത് തുളച്ചു ചെല്ലുന്നതായ ദൈവവചനം. അതുകൊണ്ട് ശാരീരികമായിട്ടുള്ള രോഗമാകട്ടെ, മാനസികമായ സംഘർഷമാകട്ടെ, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായും നമ്മുടെ ഈ കൺവെൻഷനിലൂടെ അങ്ങനെ നമുക്ക് ചില ഗുണങ്ങൾ ഉണ്ടാകാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആത്മാവ് അത് വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതെ, അവിടെ നിന്നുണ്ട് യഹോവ ദൈവവചനം അരുളി ചെയ്യുകയാണ്. മാനസിക ബുദ്ധിമുട്ടിരിക്കുമ്പോൾ, നമ്മുടെ മാനസികമായ ബുദ്ധിമുട്ടില്ല, നമ്മുടെ വിശ്വാസം എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളൊക്കെ പതറിപ്പോകുന്നവരാ, നമ്മളൊക്കെ സങ്കടപ്പെടുന്നവരാ. ചില അസ്വസ്ഥതകൾ വന്നാൽ ആരാ പതറിപ്പോകാത്തത്? ഞാൻ നിങ്ങൾ പതറിപ്പോകുന്നവരാ. അവിടെയായി ദൈവവചനം കേൾക്കുമ്പോൾ നമ്മൾ ബലം പ്രാപിക്കുന്നത്. റോമാലേഖനത്തിൽ അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. റോമാലേഖനത്തിൽ നമുക്ക് വളരെ അറിവുള്ള തിരുവചനമായതുകൊണ്ട് ഞാനത് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന വചനമാണ്. അത് വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു എന്നാണ് പറയുന്നത്. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനപ്രകാരം വരുന്നു എന്ന് പറയാണ്. ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ അയച്ചതുകൊണ്ട് ഹല്ലേലൂയ. ഈ കൺവെൻഷൻ ഈ പ്രാവശ്യം പ്രസംഗിക്കാനായിട്ട് വേണ്ടി ഹല്ലേലൂയ ആഗ്രഹിച്ചു. ഹല്ലേലൂയ. ഞാനല്ല, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്വർഗ്ഗം ആഗ്രഹിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ വ്യത്യസ്തമായ ആഗ്രഹങ്ങളുണ്ട്. എന്നാൽ ഇന്നിവിടെ നിന്ന് പ്രസംഗിക്കണമെന്നുള്ള ദൈവത്തിന്റെ ഹിതമല്ലെങ്കിൽ ഒരിക്കലും നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ഈ വചനം ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? ആരും കേൾക്കാനില്ലാതെ എങ്ങനെ പ്രസംഗിക്കുമെന്ന് തിരുവചനത്തിൽ ചോദിക്കുന്നുണ്ടെങ്കിൽ വചനം വിശ്വാസയോഗ്യമായ വചനം ഞാൻ നിങ്ങൾ കേൾക്കുമ്പോൾ അത് വിശ്വാസമായി ഭവിക്കുവാനായിട്ട്, ആമേൻ, നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാനുള്ള സന്ദർഭമായി നമ്മുടെ കൺവെൻഷനെ കണ്ടുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അത് അരുളി ചെയ്തതായ വചനത്തിന്റെ പൊരുൾ എപ്രകാരം പറയുന്നതാണ്? അവരുടെ യാക്കോബിനെ ബലപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, നീ തെക്കോട്ടോ വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ ഏത് ദിശയിലേക്ക് നീ പോയാലും ഞാൻ നിന്നോട് കൂടെയുണ്ട്. അതാ ഗ്രേസ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ആമേൻ. സഹോദരനെ പറ്റിച്ചവനാണ്. ഹല്ലേലൂയ. സ്വർഗം നോക്കിയപ്പോൾ അവന്റെ മാനസികമായ ബുദ്ധിമുട്ടിൽ ആരുമില്ലാതെ ആ ഒരു മരുഭൂമിയുടെ അനുഭവത്തിൽ തളർന്നു കിടക്കുന്ന, ഏകാന്തത അനുഭവിക്കുന്ന, ആരും തിരിഞ്ഞു നോക്കാനില്ല, അപ്പനും അമ്മയും പോലും പറയുകയാണ് അത് നിന്നെ കൊല്ലുമെന്ന് പറയുന്നത്. അതുകൊണ്ട് നീ പൊയ്ക്കോളാൻ പറഞ്ഞു, ഓടി രക്ഷപ്പെടാൻ പറഞ്ഞപ്പോൾ അവന് വേറെ ആരുമില്ല ആശ്രയം. അങ്ങനെ കിടന്നുറങ്ങിയപ്പോൾ അവന്റെ മേൽ
ചൊരിഞ്ഞതായ ദൈവകൃപ അവൻ അനുഭവിച്ചുകൊണ്ട് അവനോട് പറയുന്ന വചനം ആ സമയത്ത് അവൻ്റെ മനസ്സിനെ എത്രമാത്രം ആശ്വസിപ്പിച്ചു എന്ന് മനസ്സിലാകുമോ? ദൈവമക്കളെ, ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, നീ പോകുന്ന ഇടത്തൊക്കെയും ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഞാൻ നിന്നോട് ഐ ആം വിത്ത് യു എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എല്ലായ്പ്പോഴും നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്ന യാത്രമധ്യേ, നീ പോകുന്ന രാജ്യത്ത് നിന്നോടൊപ്പം ഞാൻ ഉണ്ട് എന്ന് അവന് ഉറപ്പ് കൊടുക്കുക. ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ അവന് ആ ദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി, പിതാക്കന്മാരിലൂടെ കേട്ടതായ, അബ്രഹാമിലൂടെ പകർന്നു കൊടുത്തതായ വിശ്വാസം ഇസ്ഹാക്കിന്റെ ജീവിതത്തിൽ അന്വർത്ഥമായി. എന്താണ്? ആമേൻ. അത് നിന്നാൽ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും, നീ ഒരു അനുഗ്രഹമായിരിക്കും. അത് നിന്നെ അനുഗ്രഹിക്കുന്നവന് ഞാൻ അനുഗ്രഹിക്കുന്നു. അബ്രഹാമിനോട് കൊടുത്ത അതേ വാഗ്ദത്തം ഇസ്ഹാക്കിനോട് കൊടുത്തപ്പോൾ ആമേൻ, ഇസ്ഹാക്ക് അത് 28-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ അവനെ അനുഗ്രഹിച്ച് പറഞ്ഞയക്കുകയാണ്. അത് പിതാക്കന്മാരുടെ ദൈവം നിന്നോട് കൂടെ ഉണ്ട്. ആമേൻ. അത് അവനെ കൺഫേം ചെയ്യുകയാണ്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് മകനെ, നീ ഭയപ്പെടേണ്ട, ഭീതിപ്പെടേണ്ട. ആ സമയത്താണ് അവൻ എഴുന്നേറ്റത്. അവൻ എഴുന്നേറ്റപ്പോൾ അവൻ ഭയപ്പെട്ടു, ഈ സ്ഥലം എത്ര ഭയങ്കരം. ആമേൻ, സ്തോത്രം. അതെ, അവനൊരു വെളിപ്പാട് കിട്ടുകയാണ്. ദർശനത്തിലൂടെ അല്ലാതെ ദൈവത്തെ ആരാധിക്കാനുള്ള വാഞ്ച നമുക്കുണ്ടാവില്ല. അതാണ് 10 മുതൽ 12 വരെയുള്ള തിരുവചന വേദഭാഗവും അതിന് ശേഷം 20 മുതൽ 22 വരെയുള്ള തിരുവചന വേദഭാഗവും വായിക്കുമ്പോൾ അവിടെ കൃത്യമായി ആ യാക്കോബിന് കിട്ടിയ ദർശനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവൻ ചില തീരുമാനങ്ങൾ എടുക്കുകയാണ്. അവൻ അവിടെ കിടന്നുറങ്ങിയ ആ ഒരു കല്ല്, അവൻ തലയണയായി വെച്ച കല്ല് അവൻ നേരെ നാട്ടിയതിനു ശേഷം അവൻ പറയുകയാണ്, ഈ കല്ല് നാട്ടി അതിന്മേൽ എണ്ണ ഒഴിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ എണ്ണ ഒഴിച്ചു. അവിടെ എണ്ണ ഒഴിച്ചിട്ട് അവൻ പിന്നെ പറയുന്ന കാര്യമോ, മൂന്നാമത് അവൻ ചെയ്ത ആ സ്ഥലത്തിന് അവൻ പേര് കൊടുത്തു, ഈ സ്ഥലം എത്ര ഭയങ്കര, ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല, ഈ സ്ഥലത്തിന് ബേഥേൽ എന്ന പേരിട്ടു. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഭവനമാണ് എന്ന തിരിച്ചറിവ് അവൻ അവിടെ ഉണ്ടാകുക. ആ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ അവൻ പറയുന്ന ചില കാര്യങ്ങൾ അവിടെ ആവശ്യപ്പെടുകയാണ്. ദൈവം കൂടെ ഉണ്ട്, അവന് ചില നന്മകൾ ഉണ്ടാകാൻ പോകുന്നു, ഇതൊക്കെ അനുഭവിക്കാനായിട്ട് പറഞ്ഞപ്പോൾ അവൻ ചില വ്യവസ്ഥകൾ വെക്കുകയാണ്. എന്താണെന്നറിയാമോ? അവൻ ചില തീരുമാനങ്ങൾ അവിടെ എടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദൈവവചനത്തിന് മുമ്പിൽ നമുക്കൊക്കെ തീരുമാനം ഉണ്ടാവണം. പ്രൈസ് ദി ലോർഡ്. യാക്കോബിന്റെ അനുഭവം പറയുകയാണ്. എന്താണെന്നറിയാമോ അവൻ തീരുമാനം എടുക്കുന്നത്? അത് എൻ്റെ യാത്രയിൽ എന്നോടൊപ്പം നീ ഉണ്ടാകണം. ആമേൻ. അവന്റെ ജീവിതം അവൻ 22-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഏറ്റവും ഒടുവിലത്തെ വാക്യം ഒന്ന് പെട്ടെന്നൊന്ന് വായിക്കാമോ? ആ വേദഭാഗത്ത് ഒരു കാര്യം വളരെ കൃത്യമായി പറയുന്നുണ്ട്. ആമേൻ, സ്തോത്രം. ആ വേദഭാഗത്ത് അവൻ പറയുന്നത്, ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിന്റെ ആലയമാകും, നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും. അപ്പോൾ ഇവിടെ പറയുന്നത് ആ തൂണായി നിർത്തിയ കല്ല്. വേദപുസ്തകത്തിൽ കല്ലിന് ഒത്തിരി പ്രാധാന്യമുണ്ട്. 1 പത്രോസ് 2-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ജീവനുള്ള കല്ലുകളെ കുറിച്ച് പറയുന്നുണ്ട്. 7-8 തിരുവചന വേദഭാഗത്ത് പറയുന്നുണ്ട്. ഒരു മൂലക്കല്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഈ മൂലക്കല്ല് ആരാണ്? ജീവനുള്ള കല്ലെന്ന് പറഞ്ഞാൽ ആരെ കുറിച്ചാണ്? നമ്മളെ കുറിച്ചാണ്. നിങ്ങളും ജീവനുള്ള കല്ലുകളായി നിങ്ങൾ പണിയപ്പെടുന്നു എന്ന് പറയുകയാണ്. അത് മൂലക്കല്ല് എന്ന് പറയുന്നത് ക്രിസ്തുയേശുവിനെ കുറിച്ചാകുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. അവൻ കിടന്നുറങ്ങിയ കല്ലിന് പ്രാധാന്യമൊന്നുമില്ല, പക്ഷേ അത് ആത്മീയ അർത്ഥത്തിൽ അതാരാണ്? ക്രിസ്തുവായിട്ടാണ് അവൻ കാണാൻ സാധിക്കുന്നത്. മൂലക്കല്ല് ക്രിസ്തുവാണ്. അവൻ തൂണായി നിർത്തിയ കല്ല്. അതിൽ എണ്ണ ഒഴിച്ചു എന്ന് പറയുമ്പോൾ അവന്റെ ഭയത്തെയും ഭക്തിയുമാണ് സൂചിപ്പിക്കുന്നത് ആ കല്ല്. അതുപോലെ തന്നെ നമുക്ക് അവിടെ വേറൊരു ആലങ്കാരിക പ്രയോഗമുണ്ട്. അത് സ്വർഗത്തിലേക്ക് നിൽക്കുന്ന ഒരു ഗോവേണി എന്ന് പറയുന്നുണ്ട്. അത് സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവേണി എന്ന് പറയുമ്പോൾ ഈ ഗോവേണി എന്ന് പറയുന്നത് ആരാണെന്നറിയാമോ? അതും ക്രിസ്തുവാണ്. ഹല്ലേലൂയ. എന്താണ് തെളിവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭൂമിയിലും സ്വർഗവുമായി തമ്മിൽ ബന്ധിച്ച കണ്ണി എന്ന് പറയുന്നത് കർത്താവായ യേശുവാണ്. അപ്പോൾ യേശു പറഞ്ഞു, ഞാൻ ആരാകുന്നു? ഞാനാകുന്നു വഴി. നമ്മൾ എങ്ങോട്ട് പോകാനുള്ളവരാണ്? സ്വർഗത്തിലേക്ക് പോകാനായിട്ടുള്ളവരാണ്. ഞാൻ മൂലമല്ലാതെ ആരും സ്വർഗത്തിലേക്ക് പോകത്തില്ല. ആമേൻ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കും, യേശു
വഴി കാണിക്കാൻ വന്നവനല്ല, അവനാകുന്നു വഴി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ മുഖാന്തരമല്ലാതെ 14-ാം അധ്യായത്തിന്റെ യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 6-ാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട്, ഞാനാകുന്നു വഴി, ഞാൻ എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് എത്തത്തില്ല. അപ്പോൾ ആ ഗോവേണി എന്നെയും സ്വർഗത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഗോവേണി ക്രിസ്തുവാണ്. ഇവിടെ ഇതാ മൂലക്കല്ല്, അവൻ നാട്ടിയ കല്ല്, അതിന് പ്രാധാന്യം ഏറുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കുക. അതിനുശേഷം പറയുകയാണ് ഈ കല്ല് അവൻ നട്ടി. അപ്പോൾ ഇതിന് മറ്റൊരു വലിയ അർത്ഥമുണ്ട്. എല്ലാം നമ്മൾ പരിശോധിച്ചാൽ, ഈ കല്ലിനെ പരിശോധിച്ചാൽ തലേണയായി അവൻ കിടന്നുറങ്ങിയ കല്ലിൻ്റെ അതിൻ്റെ ഒരു എഡ്ജുണ്ട്. അതിൻ്റെ ആ കല്ലാണ് അവൻ മുകളോട്ട് നിർത്തിയത്. ആ കല്ല് അതുപോലെ തന്നെ ഗോവേണിയാണെങ്കിൽ ആ ഗോവേണിയുടെ മുകൾ ഭാഗം എന്ന് പറയുന്ന അവൻ കിടന്നുറങ്ങിയ സ്ഥലത്ത് അവൻ ആരാധനയിൽ, അത് വേദപഠിതാക്കൾ പറയുന്ന ഒരു വാചകമുണ്ട്, അത് ഓൾട്ടറിൻ്റെ ഒരു നിദാനം എന്നാണ് പറയുന്നത്. ആ സ്ഥലത്ത് അതുകൊണ്ട് നമ്മുടെ ഒരു ആരാധനാലയത്തിന് ഒരു ഓൾട്ടർ വലിയ പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ. പഴയ നിയമകാലത്ത് വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം, പ്രാകാരം വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം എന്ന് പറയുമ്പോൾ ആ ഓൾട്ടറിൻ്റെ ആ ഒരു ആലങ്കാരികമായ പ്രയോഗമാണ് അവിടെ വന്നിരിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി ഈ യാക്കോബിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് ദർശിക്കാനായിട്ട് കഴിയുന്ന കാര്യമാണ്. ഇനി ചില ആത്മീയമായ മർമ്മങ്ങൾ ആ വേദഭാഗത്തു നിന്ന് പറയാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അവൻ ചില വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്. ഞാൻ പോകുന്ന യാത്രയിൽ എന്നോടൊപ്പം ഉണ്ടാവുകയും അതുപോലെ എനിക്ക് ആവശ്യമാകുന്ന വസ്ത്രവും, ആഹാരം, വസ്ത്രം. 18-ാമത്തെ വാക്യം വായിക്കാമോ? അല്ലെങ്കിൽ ഞാനിത് ഇതിനകത്തുള്ള ഒരു വേദഭാഗം അത് വായിക്കാം. 18-ാമത്തെ വാക്യം, 20-ാമത്തെ വാക്യം ഒന്ന് വായിക്കും. 20 പെട്ടെന്ന്. യാക്കോബ് ഒരു നേർച്ച നേർന്നു, ദൈവം എന്നോട് കൂടെ ഇരിക്കുകയും. അപ്പോൾ ദൈവത്തിന്റെ ബ്ലെസ്സിങ്സ് മാത്രമല്ല, അവന്റെ പ്രൊവിഡൻസ്, അവൻ സ്തോത്രം, അത് ആരോട് കൂടെ വേണം? പ്രോമിസ് ഓഫ് ബ്ലെസ്സിങ്സ് മാത്രമല്ല, അവനോട് കൂടെ എന്നോട് പ്രൊവിഡൻസ് ആവശ്യമുള്ളതല്ല, അല്ലേ? ഒരു എക്കണോമിക്സിന്റെ തിയറി ഇവിടെ ഉണ്ട്. ഒന്ന് വായിച്ചേ. എക്കണോമിക്സിന്റെ ഏറ്റവും പ്രധാന തിയറി ഇവിടെ ഉണ്ട്. എന്താ വായിച്ചേ? കണ്ടോ? അപ്പോൾ പറയണം, ഇപ്പോഴും നമുക്ക് മനസ്സിലായി, യാക്കോബ് യാത്ര ചെയ്യുമ്പോൾ അവൻ എന്തില്ല? വേണ്ട വിധത്തിലുള്ള സൗഖ്യമില്ല. സ്വന്തം വീട് വിട്ട് പോയാൽ ആർക്കാ ഈ പറയുന്ന അത്ര വലിയ സുഖവും സന്തോഷവും ഉള്ളത്? നമ്മളൊക്കെ ഇവിടെ വന്ന് നമുക്ക് ദൈവം തന്ന കഴിവും, അല്ലേ, എല്ലാം നമുക്ക് പഠിച്ചു ഡിക്കരായതുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ വന്നത്. എന്നാലും നമുക്ക് തിരിച്ചിതെല്ലാം കഴിഞ്ഞ് നമുക്ക് എവിടോട്ട് പോകണമെന്ന് നമുക്ക് ആഗ്രഹം. നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹമില്ലേ? സ്വർഗത്തിലെ വീട്ടിലെ കാര്യമല്ല, ആത്മീയമല്ല, ഭൗതിക കാര്യമല്ല. നമുക്ക് ഇത് കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് പോകണമെന്നല്ലേ? എവിടെയെല്ലാം പോയാലും നമ്മുടെ വീട്ടിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹം നമുക്കില്ലേ? യാക്കോബിന്റെ ജീവിതത്തിലെ അത് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ സത്യമാണ്. എൻ്റെ അപ്പന്റെ ഭവനത്തിലേക്ക് സൗഖ്യത്തോടെ എന്നെ മടക്കി വരുത്തുകയും ചെയ്താൽ. അപ്പോൾ അവിടെ പറയാം, എക്കണോമിക്സ് തിയറിയാണ്, അല്ലെ? ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള തിയറി ഉണ്ടല്ലോ, മെയിൻസ് വാൻസ് ആർ. എക്കണോമിക്സ് പഠിച്ചവരെ വിട്ടിരിക്കില്ലേ? മെയിൻസ് വാൻസ് ആർ അൺലിമിറ്റഡ്, അല്ലേ? മനുഷ്യന്റെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെ നിരവധിയല്ലേ? ആവശ്യങ്ങളുമുണ്ട്, അത്യാവശ്യങ്ങളുണ്ട്. അതിന് എക്കണോമിക്സ് പറയുന്നത് അത്യാവശ്യത്തിന് പ്രാധാന്യം കൊടുക്കാനല്ലേ പറയുന്നത്, അല്ലേ? അല്ലേ? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അത്യാവശ്യം എന്താണ്? ആഹാരം, വസ്ത്രം, പാർപ്പിടം, അല്ലേ? പാർപ്പിടം ഓൾറെഡി അമ്മ പറഞ്ഞിട്ടുണ്ട്, അങ്കിളിൻ്റെ അടുത്ത് എന്നാ പാർപ്പിടം ഉണ്ടെന്ന്. അവൻ എനിക്ക് വേണ്ടത് എന്താണ്? ആഹാരം വേണം, വസ്ത്രവും വേണം. അത് സംശയമാണ്. അവന്റെ സംശയത്തിന് മറുപടി കൊടുക്കുകയാണ്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ആഹാരവും വസ്ത്രവും. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ഉണ്ടായാൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ എന്നെ സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്താൽ ഞാൻ ഈ തൂണായി നിർത്തിയ കല്ല് ഇത് ആരായും എന്താകും? ഇത് ആലയമാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ഈ വചനത്തിന്റെ നിവൃത്തി എന്ന് നമുക്കറിയാമോ? അനോണിമസ് പ്ലേസ് ബിക്കം എ സെന്റർ ഓഫ് വർഷിപ്പ്. ബേഥേൽ എന്ന് പറയുന്നത് ഒരു അറിയപ്പെടാതെ കിടന്ന സ്ഥലം യാക്കോബിന് വെളിപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഇന്നും വേദപുസ്തകത്തിൽ
യെരുശലേമിനേക്കാൾ ഉപരിയായി ബേതേൽ എന്ന വാക്കാണ് ഏറ്റവും അധികമായി ഉപയോഗിച്ചിരിക്കുന്നത്. അത്ര പ്രാധാന്യം ബേതേലിന് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അവിടെ വെച്ച് യാക്കോബ് സത്യം ചെയ്തതുപോലെ തന്നെയാണ് പിതാക്കന്മാരുടെ ജീവിതത്തിൽ അവർ പാലിച്ചിരുന്നു. ഏതെങ്കിലും ഒരു പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ഏതെങ്കിലും ചില കാര്യങ്ങളെ നിവൃത്തിയാക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ സത്യം ചെയ്യുന്ന പ്രവണത അവരുടെ ഇടയിൽ കടന്നു വന്നു. അവർ വേദപുസ്തകം വായിക്കുമ്പോൾ ചില ഇടങ്ങളിലൊക്കെ കാണാം പിതാക്കന്മാർ സത്യം ചെയ്തതായ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മൾ ഒരു ധ്യാനത്തിൽ അതുണ്ടാകും. അപ്പോൾ നമുക്കത് ചിന്തിക്കാം. സത്യം ചെയ്യുന്ന ആ ഒരു കാഴ്ചപ്പാടുണ്ടായത് അങ്ങനെയാണ്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാഴ്ചപ്പാട് അവിടെ വേദപുസ്തകത്തിൽ പറയുന്നത് അങ്ങനെയാണ്, ഞാൻ സകലത്തിലും ദശാംശം നൽകും. ഹല്ലേലൂയ അല്ലേ? ഷാർജ ദേവാലയത്തെ കുറിച്ച് ഇന്നും ഇന്നലെയൊന്നുമല്ല, എനിക്ക് വളരെ നന്നായിട്ടറിയാം. വളരെയധികമായി വളരെ സഹായം കൊടുക്കുന്ന ഒരു ദേവാലയം. ആവശ്യത്തിലേക്ക് കഴിഞ്ഞ ദിവസവും സംസാരിച്ച കുറിച്ചും പറയുകയാണ്. വളരെ ഒരു സ്ത്രീജന സംഘത്തിൻ്റെയൊക്കെ പേരിൽ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ നല്ല മനസ്സോടുകൂടെ ചെയ്യുന്നു. എവിടെ നിന്നാണ് ഈ ആലോചന കിട്ടിയത്? ദൈവമക്കളെ, നമ്മൾ ഓർക്കണം. അപ്പോൾ ഇത് നമുക്കുണ്ടായെന്ന് പറയുന്നത് ദേവാലയവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്കാണ്. കൊടുക്കാനായിട്ടുള്ള മനസ്സുണ്ടായതുകൊണ്ട് ഹല്ലേലൂയ, നമ്മൾ നിമിത്തമായി എത്രയോ ആളുകൾ എത്രയോ സ്ഥലങ്ങളിൽ ഏതെല്ലാം വിധത്തിലുള്ള നന്മയും ഐശ്വര്യം അനുഭവിക്കുന്നുണ്ട്. നീ ഒരു അനുഗ്രഹമാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങൾ ഓർത്തു കൊള്ളണം, നീ ഒരു അനുഗ്രഹമാകും. നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. കേട്ടോ, ആമേൻ, സ്തോത്രം. നമ്മൾ ആരും ശപിക്കാൻ പോകരുത്. എന്തെല്ലാം വന്നാലും നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നീ ഒരു അനുഗ്രഹമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. യാക്കോബിന്റെ ജീവിതത്തിലൂടെ അത് പൂർണ്ണതയിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുമ്പോൾ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വേദപുസ്തകം വായിച്ചപ്പോൾ കണ്ടില്ലേ, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു, അവനിൽ ചൊരിഞ്ഞതായ കൃപ. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, ഞാൻ നിങ്ങളും എത്രമാത്രം അനുഭവിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളണം. ഹല്ലേലൂയ. അതെ, അവൻ ഇത് എവിടുന്നാണെന്നറിയാമോ? പിതാവായ അബ്രഹാമിന്റെ ജീവിതം പരിശോധിച്ചാൽ അവൻ ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിന്റെ 20-ാമത്തെ തിരുവചന വേദഭാഗത്ത് മൽക്കീസദേക്കിന് അവൻ എന്ത് കൊടുത്തെന്നറിയാമോ? ദശാംശം കൊടുത്തു എന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബ്രഹാം എന്ന് പറഞ്ഞാൽ ഇതിന്റെയൊക്കെ നിദാനം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? സകലതും എനിക്കുള്ളത്. ഹല്ലേലൂയ. സകലതും ദൈവത്തിനുള്ളതാണ്. ദൈവമാണ് എനിക്കിതെല്ലാം തന്നത് എന്ന ഉത്തമ ബോധ്യമാണ് ആ ദശാംശം ഞാൻ തരുമെന്ന് യാക്കോബിനെ പറയാനായിട്ട് പ്രേരിപ്പിച്ചത്. അബ്രഹാമിന്റെ ജീവിതവും അത് തന്നെയാണ്. താൻ ബഹുസമ്പന്നൻ എന്നാണ് അബ്രഹാമിനെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് ആ ഒരു തുടർച്ച എന്ന വണ്ണമായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ പലരെയും നമ്മൾ സഹായിക്കുമ്പോൾ നമുക്ക് കിട്ടിയ അനുഗ്രഹം, നന്മയോ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ ആകുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത് വചനത്തിന്റെ മർമ്മത്തിലൂടെ തന്നെയല്ലേ? ഹല്ലേലൂയ. അത് ബേതേൽ എന്ന് പറയുന്ന ഈ പ്രദേശം എന്ന് പറയുന്നത് പിന്നീട് യഹോവയായ ദൈവം പോലും അറിയപ്പെടാൻ ആഗ്രഹിച്ചത് എന്താണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബേതേലിന്റെ ദൈവമെന്ന് അറിയാൻ ആഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് ഓർത്ത് നോക്കിക്കേ. പ്രൈസ് ദി ലോർഡ്. നീ ഈ സ്ഥലം എത്ര ഭയങ്കരമെന്ന് യാക്കോബിന് ദർശനം കൊടുത്തത് കൊണ്ട് തന്നെ ആ സ്ഥലത്ത് ദൈവമുണ്ട് എന്നും, ആമേൻ, അവിടെ വെച്ച് അവൻ നേർച്ച നേർന്നുവെന്നും അവൻ അവിടെ തീരുമാനമെടുത്തു. ഹല്ലേലൂയ. എൻ്റെ അപ്പന്റെ ഭവനത്തിലേക്ക് സൗഖ്യത്തോടെ മടങ്ങി വരണം. അവന്റെ ജീവിതത്തിൽ രൂപാന്തരം കൊടുത്തുകൊണ്ടിരിക്കുക. ബെഥൂവേലിന്റെ വീട്ടിലേക്ക് അവൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവന് ധാരാളമായിട്ടുള്ള നന്മകളും അനുഗ്രഹങ്ങളും ഐശ്വര്യമുണ്ടായി. അവിടെ ദൈവം കൈവിട്ടില്ല. അവന്റെ ജീവിതത്തിൽ ചില പ്രയാസങ്ങളും സങ്കടങ്ങളും വേദനകളും ഒക്കെ ഉണ്ടായി. തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്തതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായി. ആമേൻ. ഒരു ഭാര്യ എടുക്കാനായിട്ടാണ് ഇസഹാക്ക് പറഞ്ഞത്. പക്ഷെ 2 ഭാര്യയെ എടുക്കേണ്ടതായ സാഹചര്യം അവന്റെ ജീവിതത്തിൽ വന്നതുകൊണ്ട് അവൻ എടുത്തത്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. അന്നത്തെ കാലത്ത് അത് കുഴപ്പവുമില്ലായിരുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് ഈ വേദഭാഗം 28-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നീ ഒരു ഭാര്യ എടുക്കാൻ വളരെ കൃത്യമായി വചനം പറഞ്ഞു കൊടുത്തതാണ്. എന്നാൽ അവൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, അവൻ സൗന്ദര്യം നോക്കി. ഹല്ലേലൂയ. യഹൂദന്മാരുടെ ആചാരപ്രകാരം വിവാഹം നടക്കുന്നത് രാത്രിയിലാണ്. അവൻ കല്യാണം കഴിച്ച് നേരം വെളുത്തപ്പോൾ മനസ്സിലായത് താൻ ഉദ്ദേശിച്ച പെൺകുട്ടി അല്ല എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ പിന്നെയും 7 വർഷക്കാലം അവൻ അവിടെ എന്ത് ചെയ്യുന്നറിയാമോ? അവനവിടെ ലാബാന്റെ ഭവനത്തിൽ താമസിച്ചു. അവന് വെറും നിസ്സാരമായി തോന്നുന്നു എന്ന് പറയുന്നത്. പല കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ പോകണ്ട. നമുക്ക് ഇഷ്ടപ്പെട്ടവരും നമുക്ക് ഇഷ്ടമുള്ളവരും നമുക്ക് സൗഹൃദമുള്ളവരുമായി നമ്മൾ എത്ര സമയം വേണം ചെലവഴിച്ചാലും നമുക്ക് സമയം പോകുന്ന അറിവോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ നിങ്ങൾ വിളിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, ദൈവ പൈതലെ എന്നെയും നിങ്ങളെയും
ഈ സ്ഥലത്ത് വെച്ച് നമ്മുടെ ജീവിതത്തിൽ തരുന്ന ദിശയാണ്, ദർശനമാണ് നമ്മെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് 31-ാം അധ്യായത്തിന്റെ 13-ാമത്തെ തിരുവചനം ഒന്ന് വായിക്കാമോ? പെട്ടെന്ന് വായിക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അവിടെ വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരാള് 32-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം കൂടി ഒന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം 13-ാമത്തെ തിരുവചന വേദഭാഗം ഒരാൾ വായിക്കാം. 32-ന്റെ 31 വേറൊരാളൂടെ വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചോടെ ഒന്നുകൂടെ ആന്റി ഒന്നുകൂടെ വായിച്ചേ. ഈ ബദലിൽ തൂണിനെ അഭിഷേകം ചെയ്ത എന്നോട് നേർച്ച നേർന്ന സ്ഥലമായ ആമേൻ ബേതേലിന്റെ ദൈവം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഓർത്തെ, ബേതേലിന്റെ ദൈവം എന്ന് അറിയപ്പെടാൻ ആഗ്രഹിച്ചു. ഇനി 32-ാം അധ്യായത്തിന്റെ 31-ാമത്തെ തിരുവചന വേദഭാഗം വായിച്ചാൽ ഒരു സത്യം കൂടെ അവിടെ വെളിപ്പെടുത്തുകയാണ് ഈ നാം ഈ ചിന്തിച്ച വേദഭാഗവുമായി ബന്ധപ്പെട്ട്. എന്താണ്? ആമേൻ. അവൻ പെനിയേൽ കടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു. ഹല്ലേലൂയ. ബൈബിളിൽ ഒരു കാര്യം, ഒരു ദൈവപൈതലിന്റെ ജീവിതത്തെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നിനക്ക് ജീവിതത്തിൽ പ്രതീക്ഷയില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് നീ യാത്ര ചെയ്യുന്നതെങ്കിൽ നിന്റെ ജീവിതത്തിന് പ്രതീക്ഷ നൽകുന്നവനാണ് യാക്കോബേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ നിന്റെ ജീവിതം ധന്യമാണ്. നിന്റെ ജീവിതത്തിൽ പതറാതെ നിന്നുകൊള്ളാനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ സംഭവിക്കും. ആമേൻ. അവൻ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ, ബേർശേബയിൽ നിന്ന് യാത്ര പുറപ്പെട്ടപ്പോൾ അവൻ ഒരു സ്ഥലത്ത് വെച്ച് അവൻ കിടന്നുറങ്ങി. ആമേൻ. അങ്ങനെയല്ലേ നമ്മൾ വായിച്ചു തുടങ്ങിയത്? ആ കിടന്നുറങ്ങിയ സ്ഥലം, അവിടെ സൂര്യൻ അസ്തമിച്ചു എന്ന് പറയുകയാണ്. കാലത്തിന്റെ സൂര്യനും അസ്തമിച്ചു, ജീവിതത്തിന്റെ സൂര്യനും അസ്തമിച്ചു. കാരണം എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് താൻ. അത് അവിടെയാണ് ദൈവം ബലപ്പെടുത്തിയത്. ഇവിടെ 32-ാം അധ്യായത്തിന് 33-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അതേ വാചകം തന്നെ അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഇങ്ങനെയാണ് പെനിയേൽ, അത് യാബോക്ക് കടൽ തീരത്ത് വെച്ച് ആമേൻ അവർ തമ്മിൽ ദൂതനുമായി മല്ലടിച്ച് കഴിഞ്ഞപ്പോൾ, അവിടെ ദൈവത്തിന്റെ സ്പർശനമേറ്റ് കഴിഞ്ഞപ്പോൾ ഉഷസ് ഉദിക്കാറായി. ആമേൻ. ഉദിക്കാറായി എന്നെ വിടാൻ പറഞ്ഞ ദൂതൻ പറഞ്ഞ സമയത്ത് അവൻ പറയാ, അതെ അവൻ ആ ദൂതൻ എന്ന് പറയുന്നത് ദൈവമാകുന്നു എന്ന് പറയാ. അത് ദൈവത്തോട് മല്ലടിച്ചുകൊണ്ട് ഇനി നിന്റെ പേര് ഉപായി തന്ത്രം പ്രയോഗിക്കുന്നവനെന്നല്ല, പിന്നെയോ അവന്റെ പേര് മാറ്റിക്കൊടുത്തു. ഇനി നീ അറിയപ്പെടുന്നത് ആരാണ്? ഇസ്രായേൽ, ഒരു ജനതയാണ് എന്ന് അവിടെ വിളിക്കുകയാണ്. സ്തോത്രം. പിന്നീട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, പെനിയേൽ കടന്നപ്പോൾ സൂര്യൻ അസ്തമിച്ചുവല്ല ഉദിച്ചു എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിന് നന്മയായി അനുഗ്രഹമായി അവൻ തിരികെ വരുന്ന ഭാഗമാണ്. ആമേൻ. പിന്നീട് യാക്കോബിന്റെ ജീവിതം പരിശോധിച്ചാൽ തൻ്റെ ജീവിതത്തിൽ അനന്തമായ കൃപ പകരപ്പെട്ടതായ അനുഭവങ്ങൾ ധാരാളമാണ്. അങ്ങനെയാണെങ്കിൽ ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല. അവിടെ ഇരുന്നാണ് ഞാൻ നിങ്ങൾ ദൈവവചനം കേൾക്കുന്നത്. പ്രൈസലോ. ഇന്ന് കഴിഞ്ഞ് 2 ദിവസക്കാലവും ഞാനും നിങ്ങളും ഈ ദൈവവചനം കേൾക്കുമ്പോൾ ചില ആത്മീയ സത്യങ്ങള് പിതാക്കന്മാരുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തിക്കൊള്ളുക. അതുകൊണ്ട് കർത്താവിന്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഉണ്ട്, ഉറപ്പായി ഉണ്ട്. നമ്മുടെ ഏകാന്തതയിലുണ്ട്, നമ്മുടെ ഒറ്റപ്പെടലിന്റെ അനുഭവത്തിലുണ്ട്, നമ്മുടെ ഭീതിയുടെ നടുവിലുണ്ട്. അത് യാക്കോബ് അനുഭവിച്ചതാ. ചില തീരുമാനങ്ങൾ നമ്മൾ എടുത്തുകൊള്ളണം. ഹല്ലേലൂയ. എന്ത് സംഭവിച്ചാലും ഞാൻ ദൈവത്തെ വിട്ട് പോവില്ല. എത്ര പ്രശ്നങ്ങളുടെ നടുവിലും എൻ്റെ ഡിസിഷനിൽ ഞാൻ പിന്മാറത്തില്ല. ഏത് നല്ല നല്ല ഡിസിഷൻസ്. ആമേൻ. കർത്താവേ, ഞങ്ങൾക്ക് ദർശനം തരണം. ആമേൻ. നമ്മുടെ ജീവിതത്തെ കുറിച്ച്, ഭാവിയെ കുറിച്ച്, ആമേൻ, നമ്മൾ പണ്ട് കണ്ട ദർശനത്തിന്റെ നിവൃത്തിയല്ലേ ഇന്ന് ഞാൻ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഒരു കാര്യം പറയട്ടെ. ഞാൻ അച്ഛനാകണമെന്ന് ആഗ്രഹിച്ചു, പ്രസംഗിക്കണമെന്നും ആഗ്രഹിച്ചു. അപ്പോൾ ആഗ്രഹിക്കുമ്പോൾ ചെറിയ ചെറിയ ആഗ്രഹമുണ്ട്, വലിയ ആഗ്രഹങ്ങൾ തന്നെയാണ്. നേരത്തെ തന്നെ പ്രാർത്ഥിച്ച് അന്വേഷിച്ച് കർത്താവ് എനിക്ക് നിയോഗമുണ്ടോ എന്ന് അറിയാനായിട്ട് വേണ്ടി ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എനിക്കൊരു ഞാൻ ആർക്കും അന്ന് അറിയത്ത് പോലുമില്ല. അപ്പോൾ അന്ന് പ്രാർത്ഥിച്ച കർത്താവ് എനിക്ക് നിയോഗമുണ്ട്, 5 പ്രസംഗം കിട്ടണമെന്ന് പ്രാർത്ഥിച്ച്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് പുകഴ്ചയ്ക്ക് പറയുന്നതല്ലേ. അന്ന് ആ വർഷം തന്നെ 15 പ്രസംഗം കിട്ടി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എനിക്ക് ഉറപ്പായി എനിക്ക് ഈ ഒരു ശുശ്രൂഷ എൻ്റെ കർത്താവ് എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അന്ന് മുതൽ കണ്ണുനീരോടുകൂടെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ അന്ന് പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ. കർത്താവ് എന്നെ രാജ്യങ്ങളിലേക്ക് അയക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടിയന്റെ ജീവിതത്തിൽ നിവൃത്തിയായിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തൻ്റെ ഇടമായിട്ട് ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ആമേൻ ഈ ഷാർജ ദേവാലയത്തിൽ വന്ന് ഈ വചനം അറിയിക്കുമ്പോൾ ഹല്ലേലൂയ അടിയന്റെ ജീവിതത്തിൽ ഇത് നിവൃത്തി
എന്ന സന്തോഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാ, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായ ദൈവമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഈ ഇവിടെ കൺവെൻഷന് വരാൻ വേണ്ടി ഹല്ലേലൂയ ദൈവത്തിന്റെ നിയോഗം ഉള്ളത് കൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഒറ്റ വാചകം കൂടെ പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി വളരെ താല്പര്യപൂർവ്വം ചില കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടാനായിട്ട് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോവുക. ആമേൻ. അതിന് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ എല്ലാ ദിവസവും ആമേൻ 1 മണിക്കൂർ ഹല്ലേലൂയ എൻ്റെ കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കിക്കൊണ്ട് പ്രാർത്ഥിക്കും. കർത്താവേ, ഈ ഷാർജ ദേവാലയത്തിൽ വന്നത് വെറുതെ ആവരുത്. അവരാരും പറയരുത് ഈ അച്ഛനെ വിളിച്ചത് വെറുതെയാ എന്ന് പറയാൻ ഇടവരുത്തരുത്. അടിയനെ കുറിച്ച് പറയാനല്ല, അങ്ങയുടെ വചനം ദൈവത്തിന്റെ നാമം വെളിപ്പെടുന്ന സന്ദർഭമാകണം. അനേകം ആളുകൾ അവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ എന്താഗ്രഹിച്ചോ അത് അവർക്ക് ലഭിക്കണമെന്ന് ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ബോധിപ്പിക്കുന്നതായ ചില കാര്യങ്ങൾ ഉണ്ടാവും. ആമേൻ. ഈ 3 ദിവസവും വളരെ പ്രാർത്ഥനാപൂർവ്വം ഇരുന്ന് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി നൽകും. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. ആ പ്രാർത്ഥനകൾ കർത്താവ് ഉത്തരം നൽകിയിരിക്കും, യാതൊരു സംശയവും ഇല്ല. ആമേൻ. അത്രമാത്രം വിശ്വാസത്തോടു കൂടിയ ദൈവസന്നിധിക്കുന്നത്. ഒത്തിരി തടസ്സങ്ങൾ ഇവിടോട്ട് വരാനായിട്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതാ. പക്ഷേ ഇവിടെ വരാൻ സാധിച്ചുവെങ്കിൽ, ഇവിടെ ദൈവവചനം അറിയിക്കുവാനായിട്ടുള്ള ഭാഗ്യം തന്നെങ്കിൽ ഈ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. നമ്മുടെ ദൈവസന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. കർത്താവേ, ആമേൻ. ഹല്ലേലൂയ. എല്ലാവരും സമ്പൂർണ്ണമായി നമ്മെ ഒന്ന് സമ്പൂർണ്ണമായി സമർപ്പിക്കുക. പരിശുദ്ധനായ കർത്താവേ, അവിടുത്തെ വാത്സല്യമുള്ള കൃപയ്ക്കായി സ്തോത്രം. യാക്കോബിന്റെ മേൽ ചൊരിഞ്ഞ അനന്തമായ കൃപയ്ക്കായി സ്തോത്രം. പ്രതീക്ഷ അസ്തമിച്ചു എന്ന സ്ഥാനത്ത് അവന് പ്രതീക്ഷ കൊടുത്ത് ആമേൻ അവന്റെ ഏകാന്തതയിലും അവന്റെ മാനസിക സംഘർഷത്തിലും അവനെ ബലപ്പെടുത്തിയതുപോലെ അടിയങ്ങളെ ബലപ്പെടുത്തിക്കൊള്ളുമാറാകണമേ. അടിയങ്ങൾക്ക് തന്നിരിക്കുന്ന ഐശ്വര്യം ഞങ്ങളുടെ പിതാക്കന്മാരിലൂടെ ലഭിച്ചതാണെന്നുള്ള ഉത്തമ ബോധ്യപ്പെട്ടതോടുകൂടിയ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുക. ദൈവസന്നിധി ഞങ്ങൾ വിനയപ്പെടുക. കുറവുകൾ പൊറുക്കണം കർത്താവേ. അടിയങ്ങളെ ദൈവനാമത്തിൽ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ 2-3 പേരുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഹല്ലേലൂയ ഇരിക്കുമ്പോൾ ഇറങ്ങി വരുന്ന സാന്നിധ്യത്തിനായി സ്തോത്രം. ആ ദൈവത്തിന്റെ പ്രസൻസ് എന്നും ഞങ്ങൾക്ക് ഉണ്ട് എന്ന ബോധ്യത്തോടുകൂടെ കർത്താവേ വിശ്വാസത്തോടുകൂടെ പോകുവാൻ ഞങ്ങളെ അനുവദിക്കുമാറാകണം. ദൈവകൃപ ഞങ്ങളുടെ എല്ലാവരുടെ മേലും വ്യാപരിക്കുമാറാകണം. തുടർന്നുള്ള കൺവെൻഷനും ഏറ്റവും അനുഗ്രഹമാകണമേ. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ യാചനതയോടെ കേൾക്കണമേ. ആമേൻ.